നമ്മുടെ ഭൂമിയിൽ ആകെ മൊത്തം 7 വലിയ ഭൂഖണ്ഡങ്ങളാണുള്ളത് എന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് ഏവർക്കും അറിയാം. അതിൽ 6നെ കുറിച്ചും വ്യക്തമായ ധാരണകളും നമുക്കുണ്ട്. എന്നാൽ വൈറ്റ് ഡിസേർട്ട് എന്ന് പോലും അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന അന്റാർട്ടിക്കയെ കുറിച്ച് ഗവേഷകർക്ക് പോലും കൂടുതൽ കാര്യങ്ങൾ അറിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. എങ്ങനെയാണ് മനുഷ്യർ അന്റാർട്ടിക്കയെ കണ്ടെത്തിയത്? അത് അന്വേഷിച്ചിറങ്ങിയ ആളുകൾക്ക് പിന്നീട് എന്താണ് സംഭവിച്ചത്? അന്റാർട്ടിക്കയിലെ വലിയ വിള്ളലുകളിൽ വീണ് മരണപ്പെട്ട ആളുകളുടെ മൃതദേഹങ്ങൾ പിന്നീട് എന്താണ് ചെയ്തത്? ഇന്ത്യക്ക് അന്റാർട്ടിക്കയിൽ 3 റിസർച്ച് സെന്ററുകളുണ്ട്. എന്താണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? എന്തുകൊണ്ടാണ് അന്റാർട്ടിക്ക ഇന്നും വലിയൊരു മിസ്റ്ററിയായി, വലിയൊരു നിഗൂഢതയായി തന്നെ തുടരുന്നത്? വിശദമായി തന്നെ പരിശോധിക്കാം. വെൽക്കം ബാക്ക് ടു എഫ് വേൾഡ്. അഫ്ലു ഹിയർ. ഇന്നത്തെ നമ്മുടെ ടെക്നോളജി ഉപയോഗിച്ച് ഭൂമിയിലെ ഏതൊരു പ്രദേശത്തെയും കൃത്യമായ രീതിയിൽ മോണിറ്റർ ചെയ്യാനും അവിടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും എല്ലാം നമുക്ക് സാധിക്കുന്നുണ്ട്. എന്നാൽ ഇതൊന്നും തന്നെ ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ, അതായത് ഏറെക്കുറെ 2000 വർഷങ്ങൾക്ക് മുൻപേ മുതൽക്കേ തന്നെ അന്റാർട്ടിക്കയുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത ചർച്ചകൾ ഉടലെടുത്തതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അരിസ്റ്റോട്ടിലും ടോളമിയും ഒക്കെ തന്നെ തെക്കു ഭാഗത്ത് വലിയൊരു കരഭാഗം ഉണ്ടാകാമെന്ന കാര്യത്തിൽ വിശ്വസിച്ചിരുന്നു. അവരെല്ലാം ഈ ഒരു ചിന്തയിലേക്ക് നയിച്ചിരുന്നത് വടക്ക് ധ്രുവത്തിൽ വലിയൊരു കരഭാഗമുണ്ടോ, അതിനെ ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി അപ്പോൾ തീർച്ചയായിട്ടും തെക്കിലും ഒരു വലിയ കരപ്രദേശം ഉണ്ടാകും എന്ന ചിന്തകൾ തന്നെയാണ്. ടെറ ഓസ്ട്രാലിസ് ഇൻകോഗ്നിറ്റ എന്നൊരു പേര് കൂടെ ഈ ഒരു പ്രദേശത്തിന് ആ കാലഘട്ടത്തിൽ ആളുകൾ നൽകിയിട്ടുണ്ടായിരുന്നു. വർഷങ്ങൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ കൃത്യമായിട്ട് അറിയാത്ത ഒരു അനുമാനം മാത്രമായി അവശേഷിച്ചിരുന്ന ആ വലിയ കരപ്രദേശത്തിന് പലരും വ്യത്യസ്ത പേരുകളെല്ലാം തന്നെ നൽകുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ 1890 ഭൂപട നിർമ്മാതാവായിട്ടുള്ള ജോൺ ജോർജ് ഔദ്യോഗികമായിട്ട് ആ സ്ഥലത്തിനൊരു പേര് നൽകുകയാണ്. ആർട്ടിക്കിൻ്റെ എതിർവശത്തുള്ള കരപ്രദേശമായിട്ടുള്ള അന്റാർട്ടിക്ക. അങ്ങനെയാണ് അക്ഷരാർത്ഥത്തിൽ അന്റാർട്ടിക്ക എന്നൊരു പേര് ആ ഒരു പ്രദേശത്തിന് ലഭ്യമാകുന്നത്. ഇനി ആരാണ് അന്റാർട്ടിക്ക ആദ്യമായി കണ്ടെത്തിയത്, അവിടേക്ക് ചെന്നിറങ്ങിയത്, അവിടെ കാലുകുത്തിയത് എന്ന കാര്യത്തെക്കുറിച്ച് നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഒരുപാടധികം ആളുകൾ അതിനുവേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുണ്ടായിരുന്നു. വ്യത്യസ്ത പര്യവേഷണങ്ങളും പര്യടനങ്ങളും ഒക്കെ അതിനുവേണ്ടി അവർ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി നമ്മൾ ചരിത്രം പരിശോധിച്ച് നോക്കുമ്പോൾ 1520 ഫെർഡിനൻഡ് മഗല്ലൻ തെക്കേ അമേരിക്ക വരെ അന്റാർട്ടിക്ക അന്വേഷിച്ച് എത്തിച്ചേരുന്നുണ്ട്. അവസാനം അവിടെ നിന്നും തിരിച്ച് യാത്രയാകാൻ അയാൾ നിർബന്ധിക്കപ്പെടുകയാണ്. ഈ സംഭവം നടന്ന് 2 നൂറ്റാണ്ടുകൾക്ക് ശേഷം, ഏറെക്കുറെ 200-ലധികം വർഷങ്ങൾക്ക് ശേഷം 1773 ക്യാപ്റ്റൻ ജെയിംസ് കുക്ക് ഇതേ ഒരു ആവശ്യത്തിന് വേണ്ടി അന്റാർട്ടിക്കയെ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടു കൂടെ യാത്ര തിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് അന്റാർട്ടിക് സർക്കിളിനെ മറികടക്കാൻ കഴിഞ്ഞുവെങ്കിലും കരപ്രദേശത്തിലേക്ക് അദ്ദേഹത്തിന് എത്തിച്ചേരാൻ കഴിയാതെ പോവുകയാണ്. വലിയ മഞ്ഞുമലകളും മഞ്ഞുമൊക്കെ അദ്ദേഹത്തിന്റെ യാത്രയെ തടസ്സപ്പെടുത്തുകയാണ്. ഇത് കഴിഞ്ഞ് പിന്നെയും ഏറെക്കുറെ 50 വർഷങ്ങൾക്ക് ശേഷം 1820 റഷ്യൻ പര്യവേഷകനായിട്ടുള്ള ബെല്ലിംഗ് ഷോസനാണ് പിന്നീട് ഔദ്യോഗികമായ രീതിയിൽ അന്റാർട്ടിക്കയിൽ ചെന്ന് കാലുകുത്തുന്നത്, അന്റാർട്ടിക്കയുടെ കരപ്രദേശത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത്. 1820 ജനുവരി മാസം 27-ാം തീയതിയായിരുന്നു ഇത്തരമൊരു നേട്ടം അദ്ദേഹം സ്വന്തമാക്കിയിരുന്നത്. ഈ ഒരു പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കുള്ളിൽ, അതായത് ജനുവരിയിൽ ഇത്തരത്തിൽ അദ്ദേഹം അന്റാർട്ടിക്കയിൽ ചെന്നിറങ്ങി, അതിനുശേഷം മാസങ്ങൾക്ക് ശേഷം നവംബർ മാസത്തിൽ അമേരിക്കൻ പര്യവേഷകരും അന്റാർട്ടിക്കയിൽ കാലുകുത്തുകയുണ്ടായി. പക്ഷേ അവിടം കൊണ്ടും ഈ മത്സരം അവസാനിച്ചില്ല. ഇതിനുശേഷം പിന്നീട് നടന്നൊരു കാര്യം, ആരാണ് ആദ്യമായി സൗത്ത് പോളിൽ എത്തിച്ചേരുക എന്നതായിരുന്നു. ഈ ഒരു കാര്യത്തിന് വേണ്ടിയും വ്യത്യസ്ത ലോകരാജ്യങ്ങളിൽ നിന്നുള്ള ഒരുപാടധികം പര്യവേഷകർ ഒരുമിച്ച് മത്സരിച്ചിറങ്ങുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് വ്യത്യസ്ത രീതിയിലുള്ള ഒരുപാട് തരത്തിലുള്ള അപകടങ്ങളിൽ പെട്ടുകൊണ്ട് നിരവധി ആളുകൾക്ക് മരണവും സംഭവിക്കുന്നുണ്ട്. എങ്കിൽ കൂടെയും വർഷം 1911 ആകുമ്പോൾ നോർവേക്കാരനായിട്ടുള്ള റൊണാൾഡ് അമുൻഡ്സെൻ ആദ്യമായി സൗത്ത് പോളിൽ എത്തിച്ചേരുകയാണ്. അദ്ദേഹത്തിന്റെ പതാക അവിടെ ചെന്ന് നാട്ടുകയാണ്. പക്ഷേ ഈ കാര്യം അറിയാതെയാണ് ബ്രിട്ടീഷ് നാവികനായിട്ടുള്ള റോബർട്ട് ഫാൽക്കണും സംഘവും സൗത്ത് പോൾ കണ്ടെത്താൻ വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുണ്ടായിരുന്നത്. 1912 അവർ അത്തരത്തിൽ സൗത്ത് പോളിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. പക്ഷേ അവിടെ അവർക്ക് കാണാൻ സാധിച്ചത് മുൻപേ അമുൻഡ്സെൻ നാട്ടിയ പതാകയായിരുന്നു. അയാൾ അവർക്കും മുൻപേ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ തന്നെ ആയാലും അവരവിടെ നിന്നും തിരിച്ചിറങ്ങുന്നുണ്ട്, തിരിച്ചുള്ള യാത്ര ആരംഭിക്കുന്നുണ്ട്. പക്ഷേ വഴിമധ്യേ വ്യത്യസ്ത രീതിയിലുള്ള പ്രശ്നങ്ങളിലൂടെ എല്ലാം തന്നെ അവർക്ക് കടന്നു പോകേണ്ടതായി വരികയാണ്. അവരുടെ കയ്യിലുണ്ടായിരുന്ന ഭക്ഷണവും മറ്റുമൊക്കെ പൂർണ്ണമായിട്ടും തീരുന്നുണ്ട്. തണുപ്പ് വലിയൊരു വെല്ലുവിളിയായിട്ട് അവർക്ക് മാറുന്നുണ്ട്.
അതിൻ്റെ അനന്തരഫലമായിട്ട് അവരുടെ ശരീരഭാഗങ്ങളിലൊക്കെ തന്നെയും ഫ്രോസ്റ്റ് ബൈറ്റ് ഏൽക്കുകയാണ്. ഒടുവിൽ വിശപ്പ് സഹിക്കാതെ വരുന്ന അവസരത്തിൽ അവരുടെ കൂടെ ഉണ്ടായിരുന്ന നായകളെ വരെ പിടിച്ച് ഭക്ഷിക്കുന്ന അവസ്ഥയിലേക്ക് ആ സംഘം എത്തിച്ചേരുന്നുണ്ട്. എന്തൊക്കെ തന്നെയായാലും ഏറ്റവും അവസാനം കൊടിയ തണുപ്പും പട്ടിണിയും കാരണം ആ ഗ്രൂപ്പിലുണ്ടായിരുന്ന ആളുകളെല്ലാം തന്നെ മരണപ്പെടുന്ന കാഴ്ചകളാണ് പിന്നീട് ലോകത്തിൽ കാണാൻ സാധിച്ചത്. മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ അന്റാർട്ടിക്ക ആ ഗ്രൂപ്പിലുണ്ടായിരുന്ന ആളുകളെ മുഴുവൻ, ആ സംഘത്തിലുണ്ടായിരുന്ന ആളുകളെ മുഴുവൻ കൊന്നുകളഞ്ഞു എന്നും വിശേഷിപ്പിക്കാം. ഇതിനോടകം അന്റാർട്ടിക്കയെക്കുറിച്ച്, അവിടുത്തെ ഭീകരാവസ്ഥയെക്കുറിച്ച് ചെറിയ രീതിയിൽ നിങ്ങൾക്കൊരു ധാരണ ലഭിച്ചാണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് എന്തുകൊണ്ടാണ് അന്റാർട്ടിക്കയെ വൈറ്റ് ഡെസേർട്ട് അഥവാ വെളുത്ത മരുഭൂമി അല്ലെങ്കിൽ മഞ്ഞു മൂടിയ നരകം എന്ന രീതിയിലൊക്കെ വിശേഷിപ്പിക്കുന്ന കാര്യത്തെക്കുറിച്ച് നോക്കാം. ഇതിനും വ്യത്യസ്ത കാരണങ്ങളുണ്ട്. ആ കൂട്ടത്തിൽ ഒന്നാമതായിട്ട് വരുന്ന കാര്യം ഹ്യൂമിഡിറ്റിയാണ്. വളരെ കുറഞ്ഞ ഹ്യൂമിഡിറ്റിയാണ് അന്റാർട്ടിക്കയിലുള്ളത്. ഈ അന്തരീക്ഷത്തിലെ ജലതന്മാത്രയുടെ അളവിനെയാണ്, ചുരുക്കി പറയുകയാണെങ്കിൽ അന്തരീക്ഷത്തിലെ ജലത്തിൻ്റെ സാന്നിധ്യത്തെയാണ് ഹ്യൂമിഡിറ്റി എന്ന് വിശേഷിപ്പിക്കുന്നതെന്ന് പറയാം. അപ്പം ഈ ഹ്യൂമിഡിറ്റിയുടെ കാര്യം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെയൊക്കെ റൂം ടെമ്പറേച്ചറിൽ 18 to 20 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 24 ഡിഗ്രി സെൽഷ്യസ് വരുന്ന നമ്മുടെയൊക്കെ റൂം ടെമ്പറേച്ചറിൽ ഈ ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് 30 മുതൽ 60% വരെയാണ്. ഇനി സഹാറ മരുഭൂമിയുടെ ഹ്യൂമിഡിറ്റി നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അത് ഇതിനും താഴെയാണ്. ഏറെക്കുറെ 25%-ഓളമാണ് സഹാറ മരുഭൂമിയിലെ ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. ഇനി അവിടെ നിന്ന് വിട്ട് നേരെ അന്റാർട്ടിക്കയിലേക്ക് എത്തിച്ചേരുമ്പോൾ അവിടുത്തെ ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് നമ്മളൊക്കെ തന്നെ ഞെട്ടിക്കുന്ന രീതിയിൽ 0.03 മുതൽ 1% വരെയാണ്. അപ്പോൾ എത്രത്തോളം വരണ്ട ഒരവസ്ഥയിലാണ് അന്റാർട്ടിക്കയുള്ളത് എന്ന കാര്യം തീർച്ചയായിട്ടും ഇതിനോടെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത് കാരണം വ്യത്യസ്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും അവിടെയുള്ള ആളുകൾക്കൊക്കെ തന്നെ നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നെല്ലാം പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി പോകുന്നതാണ്. ഇനി രണ്ടാമത്തെ ഒരു കാരണം ഐസുമായി ബന്ധപ്പെട്ടതാണ്. ഐസിൻ്റെ അളവൊക്കെയാണ്. ആർട്ടിക്കിലേക്ക് നമുക്ക് നോക്കുകയാണെങ്കിൽ അവിടെ ജനവാസമുള്ളതായിട്ട് ചില ഗോത്രങ്ങളൊക്കെ തന്നെയും ജീവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ അന്റാർട്ടിക്കയിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ തീർത്തും വ്യത്യസ്തമാണ്. ആർട്ടിക്കയിൽ ചുരുങ്ങിയ അളവിൽ മാത്രമേ പാളിയായി മഞ്ഞുള്ളൂ എങ്കിൽ ഇവിടെ അന്റാർട്ടിക്കയുടെ കാര്യത്തിൽ കിലോമീറ്ററുകളോളം കനത്തിൽ മഞ്ഞുണ്ട്. അതോടൊപ്പം തന്നെ ഭൂമിയിലെ മൊത്തം ശുദ്ധജലത്തിൻ്റെ 70% ഐസ് രൂപത്തിൽ അന്റാർട്ടിക്കയിലാണുള്ളത്. മൂന്നാമത്തെ ഒരു കാരണം വരുന്നത് ഇവിടുത്തെ കൊടിയ തണുപ്പ് തന്നെയാണ്. അതും ആർട്ടിക്കിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അവിടെയൊക്കെ വേനൽ കാലഘട്ടത്തിലെ ഒരു താപനില എന്ന് പറയുന്നത് 10 ഡിഗ്രി സെൽഷ്യസ് ആണ്. ചിലപ്പോഴൊക്കെ ചില ന്യൂസിൽ നമ്മുടെ നാട്ടിലെ ചില പ്രദേശങ്ങൾ, മൂന്നാർ പോലുള്ള അതിൻ്റെ ചില ഭാഗങ്ങളിലൊക്കെ തന്നെയും തണുപ്പ് വലിയ രീതിയിൽ കുറയാറുണ്ട്. ഈ പറഞ്ഞ രീതിയിൽ 12ഉം 10ഉം ഒക്കെ എത്താറുണ്ട് എന്നുള്ള വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട്. ഇതേ ഒരു അവസ്ഥ ആർട്ടിക്കിലുണ്ട് വേനൽക്കാലത്ത്. പക്ഷേ നേരെ നമ്മൾ അന്റാർട്ടിക്കയിലേക്ക് നോക്കുമ്പോൾ അവിടെ വേനൽക്കാലത്ത് പോലും താപനില എന്ന് പറയുന്നത് -15 ഡിഗ്രി സെൽഷ്യസ് ആണ്. അത് ഏറ്റവും കൂടുതൽ തണുപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ -90 ഡിഗ്രി സെൽഷ്യസ് വരെ അവിടുത്തെ താപനില എത്തിച്ചേരുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയും ദുർഘടമായിട്ടുള്ള അവസ്ഥ തന്നെയാണ് അന്റാർട്ടിക്കയിലുള്ളത്. നാലാമത്തെ ഒരു വിഷയം കാറ്റബോളിക് വിൻസ് ആണ്. ഗുരുത്വാകർഷണം കാരണം മുകളിൽ നിന്ന് താഴേക്ക് അതിശക്തമായ വേഗതയിൽ വീശുന്ന കാറ്റാണിത്. അതായത് മരുഭൂമികളിൽ നമ്മൾ ശക്തമായിട്ടുള്ള മണൽക്കാറ്റിനെയാണ് നേരിടേണ്ടി വരുന്നതെങ്കിൽ ഇവിടെ നമ്മൾ നോക്കുന്ന അവസരത്തിൽ കണ്ണുപോലും കാണാൻ കഴിയാത്ത വിധത്തിലുള്ള കാറ്റബോളിക് വിൻസിനെ ഇവിടെ നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തീർച്ചയായിട്ടും എന്തുകൊണ്ടും വേണമെങ്കിൽ നമുക്ക് അന്റാർട്ടിക്കയെ വൈറ്റ് ഡിസേർട്ട് എന്ന് തന്നെ വിശേഷിപ്പിക്കാം. അഞ്ചാമതായിട്ട് വരുന്ന കാര്യം വലിയ വിള്ളലുകളാണ്. അന്റാർട്ടിക്കയിലെ ഐസിനിടയിൽ വലിയ രീതിയിലുള്ള വിള്ളലുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ 400-ലധികം 425ഓളം വരുന്ന ആളുകൾ ഇത്തരത്തിലുള്ള ഈ വലിയ വിടവുകളിലേക്ക്, വലിയ വിള്ളലുകളിലേക്ക് വീഴുകയും ചെയ്തിട്ടുണ്ട്. അവിടെ ഈ വിള്ളലുകളുടെ ആഴമനുസരിച്ചാണ് അതിലേക്ക് വീണു പോയിട്ടുള്ള ആളുകൾ ഇനി രക്ഷപ്പെടുമോ, അവർ ജീവനോട് പുറത്തു വരുമോ, അവരുടെ മൃതദേഹമൊക്കെ തന്നെയും ലഭിക്കുമോ എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഉള്ളത്. അതായത് വലിയ ഒരുപാടധികം ആഴമുള്ള വിള്ളലുകൾ അന്റാർട്ടിക്കയിലുണ്ട്. അവയിലേക്കൊക്കെ തന്നെയും വീണ് കഴിഞ്ഞാൽ മൃതദേഹം പോലും തിരിച്ചെടുക്കാൻ കഴിയാത്ത അവസ്ഥയിലാണുള്ളത്. പക്ഷേ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പല ആളുകളും വീണിട്ടുണ്ടായിരുന്നത് ചെറിയ ചില വിള്ളലുകളിലേക്കായിരുന്നു. അവയിൽ പല ആളുകളെയും മണിക്കൂറുകളോളം സമയമെടുത്ത് പുറത്തെത്തിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഗുണ കേവിനൊക്കെ വിശേഷിപ്പിക്കാറുണ്ട്, അതിൻ്റെ എൻഡിലേക്ക് എത്താൻ കഴിയില്ല, അത്രയധികം ആഴമുണ്ടെന്നൊക്കെ. അത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള വിള്ളലുകൾ തീർച്ചയായിട്ടും നമുക്ക് അന്റാർട്ടിക്കയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് അന്റാർട്ടിക്കയിലൂടെയുള്ള യാത്രയെ വലിയ രീതിയിൽ തന്നെ ദുർഘടമാക്കി മാറ്റുന്ന ഒന്നുകൂടിയാണ്. ആറാമതായിട്ട് വരുന്ന കാര്യം ആൽബിഡോ പ്രഭാവമാണ്.
അതായത് ഒരു സർഫസ് എത്രത്തോളം പ്രകാശത്തെ റിഫ്ലക്റ്റ് ചെയ്യുന്നു എന്നതുമായി ബന്ധപ്പെട്ട കണക്കാണ് അല്ലെങ്കിൽ അളവാണ് ഈ ആൽബിഡോ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ അന്റാർട്ടിക്കയുടെ കാര്യത്തിലേക്ക് നോക്കുമ്പോൾ അവിടെ പതിക്കുന്ന സൂര്യപ്രകാശത്തിൻ്റെ 90% അന്റാർട്ടിക്കയുടെ പ്രതലം തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് താഴ്ഭാഗത്തും മുകളിലും ആകാശത്തും ഒക്കെ തന്നെയും വെള്ള നിറത്തിലാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇത് തീർച്ചയായിട്ടും കണ്ണുകളെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ തന്നെയുള്ളൊരു ആശയക്കുഴപ്പവും മറ്റുമൊക്കെ സൃഷ്ടിക്കുന്നുണ്ട്. ഏഴാമതായിട്ട് വരുന്ന കാര്യം മാഗ്നറ്റിക് ഫ്ലക്ച്വേഷൻ ആണ്. ഈ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ അവിടെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ കോമ്പസുകളും GPS ഒന്നും കൃത്യമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കാത്ത ഒരവസ്ഥ കൂടെയുണ്ട്. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് അന്റാർട്ടിക്കയിലൂടെയുള്ള യാത്ര വലിയ ദുർഘടം നിറഞ്ഞിട്ടുള്ളതാണ് എന്ന് വിശേഷിപ്പിക്കുന്നത്. അന്റാർട്ടിക്കയെ മഞ്ഞു മൂടിയ ഒരു നരകം എന്ന രീതിയിൽ പോലും ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ചോദ്യം, അവിടെ ആളുകൾ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ? ആരുടെ കീഴിലാണ് അല്ലെങ്കിൽ ഏത് രാജ്യത്തിൻ്റെ അധീനതയിലാണ് അന്റാർട്ടിക്ക എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഈ കാര്യത്തെക്കുറിച്ച് നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു കാലത്ത് അന്റാർട്ടിക്കയെ പിടിച്ചെടുക്കാൻ വേണ്ടി അവിടെയുള്ള ധാതു ലവണങ്ങളും വ്യത്യസ്ത രീതിയിലുള്ള റിസോഴ്സുകളും ഒക്കെ തന്നെ അപഹരിക്കാൻ വേണ്ടിയൊക്കെ ഉള്ള ഒരു മത്സരം തന്നെ നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ 1959 അന്റാർട്ടിക് ട്രീറ്റി വന്നതോടുകൂടെ, കരാറ് വന്നതോടുകൂടെ ഇതെല്ലാം അവസാനിക്കുകയുണ്ടായി. ഇപ്പോൾ നിലവിലെ സാഹചര്യ പ്രകാരം സൈനിക ആവശ്യങ്ങൾക്കോ ധാതു ലവണങ്ങൾ റിസോഴ്സുകൾ അവിടെ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ടോ ഒന്നും ഒരു രാജ്യത്തിനും അന്റാർട്ടിക്ക ഉപയോഗിക്കാൻ സാധിക്കില്ല. അതിന് പകരമായിട്ട് ഗവേഷണ ആവശ്യങ്ങൾക്ക് വേണ്ടി അന്റാർട്ടിക്ക ഉപയോഗിക്കാം. എല്ലാ രാജ്യങ്ങൾക്കും ഉപയോഗിക്കാം. നിലവിൽ അന്റാർട്ടിക്കയിൽ ആളുകളുണ്ടോ, അന്റാർട്ടിക്കയിലേക്ക് ആളുകൾ പോകാറുണ്ടോ എന്ന കാര്യത്തെക്കുറിച്ച് നോക്കുമ്പോൾ വലിയ തോതിൽ തന്നെയുള്ളൊരു വിനോദസഞ്ചാര മേഖല എന്ന രീതിയിലേക്ക് പോലും ഇന്ന് അന്റാർട്ടിക്ക മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഓരോ വർഷവും അഡ്വഞ്ചർ ആയിട്ടുള്ള യാത്രകൾ ഇഷ്ടപ്പെടുന്ന 100,000-ഓളം വരുന്ന സന്ദർശകരാണ് ഇപ്പോൾ അന്റാർട്ടിക്കയിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. അതും പ്രത്യേകിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ നവംബർ മുതൽ മാർച്ച് വരെയുള്ള സമയങ്ങളിൽ ടെമ്പറേച്ചറിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഈ ഒരു സാഹചര്യങ്ങൾ, അതായത് ഈ ഒരു സമയങ്ങളിൽ ഒരു -10, -15 ഡിഗ്രി സെൽഷ്യസ് വരെയൊക്കെ താപനിലയാണുള്ളത്. ഈ ഒരു സമയങ്ങളിലാണ് സന്ദർശകരായിട്ടുള്ള ആളുകൾ ഇത്തരത്തിൽ അന്റാർട്ടിക്കയിലേക്ക് എത്തിച്ചേരുന്നത്. തീർച്ചയായിട്ടും മലയാളികളായിട്ടുള്ള ഒരുപാടധികം ആളുകൾ ഇത്തരത്തിൽ അന്റാർട്ടിക്കയിലേക്ക് പോയതുമായി ബന്ധപ്പെട്ട വീഡിയോസും മറ്റൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ ഇനി സന്ദർശകരുടെ കാര്യം അങ്ങ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അവിടെ സ്ഥിര താമസക്കാർ ഉണ്ടോ എന്ന കാര്യം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഗവേഷണ ആവശ്യാർത്ഥം ഏറെക്കുറെ 55 രാജ്യങ്ങളിൽ നിന്നുള്ള ഒരുപാടധികം ആളുകളെ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ 55ഓളം വരുന്ന രാജ്യങ്ങളുടെ റിസർച്ച് സെന്ററുകളും അന്റാർട്ടിക്കയിലുണ്ട്. ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഓരോ സമ്മർ സമയങ്ങളിലും, അതായത് വേനൽക്കാലങ്ങളിലും ഏറെക്കുറെ 5000-ഓളം വരുന്ന ഗവേഷകർ അന്റാർട്ടിക്കയിൽ ഉണ്ടാകാറുണ്ട്. അത് തണുപ്പ് കാലത്തേക്ക് വഴി മാറുമ്പോൾ ഏറെക്കുറെ 1000-ആയിട്ട് ചുരുങ്ങാറുമുണ്ട്. അതായത് എല്ലാ സാഹചര്യങ്ങളിലും എല്ലാ കാലാവസ്ഥയിലും ഏറെക്കുറെ 1000-ഓളം വരുന്ന ആളുകൾ, ഗവേഷകർ ഈ പറഞ്ഞ അന്റാർട്ടിക്കയുടെ എല്ലാ വിധത്തിലുള്ള പ്രശ്നങ്ങളെയും മറികടന്നുകൊണ്ട് അവിടെ ജീവിക്കുന്നുണ്ട് എന്ന് ചുരുക്കം. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ റിസർച്ച് സെൻ്ററുകളുടെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ ആ കൂട്ടത്തിൽ ഏറ്റവും വലുത് മെക്മുർഡോ എന്ന് പറയുന്ന US-ൻ്റെ റിസർച്ച് സെൻ്ററാണ്. ഏറെക്കുറെ 1500-ഓളം വരുന്ന ആളുകൾക്ക് ഒരുമിച്ച് താമസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സംവിധാനം, ഒരു ചെറിയ നഗരം എന്ന രീതിയിലാണ് അവരതിനെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഈ ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള വ്യത്യസ്ത രീതിയിലുള്ള സേവനങ്ങൾ, ജിമ്മുകളാണെങ്കിൽ അതുപോലെ തന്നെ ഹോസ്പിറ്റലുകൾ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള സൗകര്യങ്ങളെല്ലാം തന്നെ അവിടെ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നൊരു കാര്യം, ഈ ആളുകൾക്കൊക്കെ തന്നെയും ആവശ്യമായിട്ടുള്ള വൈദ്യുതി, അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് എന്നിവയൊക്കെ എങ്ങനെയാണ് അന്റാർട്ടിക്കയിൽ ലഭിക്കുന്നത് എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഒരു കാലത്ത് ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റ് അന്റാർട്ടിക്കയിൽ നിർമ്മിക്കാനുള്ള പദ്ധതികളൊക്കെ ഉണ്ടായിരുന്നു പണ്ട് US-ന്. പക്ഷേ ഈ കാലാവസ്ഥ പ്രശ്നങ്ങൾ കാരണം അത് തീർത്തും ഒഴിവാക്കേണ്ടതായിട്ട് വന്നു. പക്ഷേ നിലവിലിപ്പോൾ ഡീസൽ പവർ ജനറേറ്ററുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് അന്റാർട്ടിക്കയിൽ വൈദ്യുതി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഇൻ്റർനെറ്റിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഒരു കാലത്ത് ഇൻ്റർനെറ്റ് അന്റാർട്ടിക്കയിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കിട്ടാക്കനി രീതിയിലായിരുന്നു. വളരെ ചെറിയ സ്പീഡിൽ അല്ലെങ്കിൽ കുറഞ്ഞ സമയം മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ സ്റ്റാർലിങ്ക് പോലുള്ള സംവിധാനങ്ങളൊക്കെ വന്നതോട് കൂടിയിട്ട് യഥേഷ്ടം ഇൻ്റർനെറ്റ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് അവിടെയുള്ള ഗവേഷകർ ഇപ്പോൾ മാറി വന്നിട്ടുണ്ട്. ഇത്തരത്തിൽ ഈ വ്യത്യസ്ത കാര്യങ്ങളൊക്കെ തന്നെയുള്ള അന്റാർട്ടിക്കയിൽ നമ്മുടെ രാജ്യത്തിൻ്റെയും 3 റിസർച്ച് സെൻ്ററുകളുണ്ട്. അതിൽ ആദ്യമായിട്ടൊന്ന് നമ്മൾ സ്ഥാപിക്കുന്നത് 1984-ലാണ്. ദക്ഷിൺ ഗംഗോത്രി എന്ന പേരിലാണ് ആദ്യ റിസർച്ച് സെൻറ്റർ നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ പിൽക്കാലത്ത് അത് വലിയ രീതിയിൽ തന്നെ മഞ്ഞിനടിയിൽ പെട്ടുപോകുന്ന ഒരു അവസ്ഥയൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നീട് 1989 മൈത്രി എന്ന് പറഞ്ഞ് നമ്മൾ പുതിയൊരെണ്ണം സ്ഥാപിക്കുന്നുണ്ട്. 2012 ഭാരതി എന്ന് പറഞ്ഞ് ഏറ്റവും പുതിയൊരു റിസർച്ച് സെൻറ്റർ കൂടെ അന്റാർട്ടിക്കയിൽ
നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെയൊക്കെ തന്നെ എന്ത് പ്രവൃത്തിയാണ് നടക്കുന്നതെന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ വ്യത്യസ്ത രീതിയിലുള്ള ഗവേഷണങ്ങൾ, പ്രത്യേകിച്ച് ജിയോളജി, ഓഷ്യനോഗ്രാഫി, എർത്ത് ഒബ്സർവേഷൻ, ക്ലൈമറ്റ് ചേഞ്ച് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള മേഖലകളൊക്കെ തന്നെയും നമ്മൾ ഇന്ത്യക്കാരായിട്ടുള്ള നമ്മുടെ ഇന്ത്യൻ ഗവേഷകരെ ഉപയോഗിച്ചുകൊണ്ട് അന്റാർട്ടിക്കയിൽ നിന്നുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഈ അന്റാർട്ടിക്കയുടെ ഗവേഷണ നേട്ടങ്ങളെക്കുറിച്ച് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമ്മൾ ബ്ലാക്ക് ഹോളിൻ്റെ എല്ലാം ഫോട്ടോകൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ തന്നെയും എടുക്കുന്ന കാര്യത്തിൽ വലിയ പങ്ക് അന്റാർട്ടിക്കയിലെ ഈ റിസർച്ച് സെൻ്ററുകൾ വഹിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രധാനമായിട്ടുള്ള കാരണം ഇവിടെ ഇത്തരത്തിൽ ഈ ഹ്യൂമിഡിറ്റി വളരെ കുറവാണ് എന്നത് കൊണ്ട് തന്നെ യാതൊരുവിധ ഡിസ്ട്രാക്ഷൻസും കൂടാതെ തന്നെയുള്ള സ്പേസ് ഒബ്സർവേഷൻ അന്റാർട്ടിക്കയിൽ നിന്ന് നമുക്ക് സാധ്യമാകുന്നുണ്ട് എന്നൊരു കാര്യമാണ്. അപ്പോൾ എന്താണ് നമ്മൾ വീഡിയോസോടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയി കാണുമെന്ന് വിചാരിക്കുന്നു. അന്റാർട്ടിക്ക എന്ന് പറയുന്ന വലിയൊരു കരപ്രദേശത്തെക്കുറിച്ച്, വലിയൊരു ഭൂഖണ്ഡത്തെക്കുറിച്ച് ഒരുപാടധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. എന്തൊക്കെ തന്നെയായാലും ഇത്തരത്തിലുള്ള ഈ അന്റാർട്ടിക്കയിൽ ഇപ്പോഴും മഞ്ഞിനടിയിലായി പോയിട്ടുള്ള ഒരുപാടധികം മില്യൺ കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള വൈറസുകൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. ആ മേഖലയിൽ ഇന്ന് വ്യത്യസ്ത പരീക്ഷണങ്ങളും മറ്റുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ റഷ്യ ഏറെക്കുറെ 500 ബില്യൺ ഗാലനോളം വരുന്ന പെട്രോളിയം അന്റാർട്ടിക്കയുടെ താഴ്ഭാഗത്തുണ്ട് എന്ന കാര്യത്തെക്കുറിച്ച് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആകെ മൊത്തം നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ചരിത്രവും ഭാവിയും ഒക്കെ തന്നെ ഒരുപോലെ തന്നെ ഒളിപ്പിച്ചു വെച്ച ഒരു അത്ഭുത പ്രദേശമായിട്ട്, ഒരു അത്ഭുത ലോകമായിട്ട് തീർച്ചയായിട്ടും നമുക്ക് അന്റാർട്ടിക്കയെ വിശേഷിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴ്ന്ന് രേഖപ്പെടുത്താൻ മറക്കരുത്. അന്റാർട്ടിക്കയുമായി ബന്ധപ്പെട്ട ഏത് കാര്യമാണ് നിങ്ങൾക്കൊരു പുതിയ അറിവായിട്ട് തോന്നിയത്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷനായിട്ട് തോന്നിയതിനെക്കുറിച്ച് തീർച്ചയായിട്ടും താഴ്ന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ ഇതിൽ നല്ല ഒരുപാട് വീഡിയോസുകളുമായിട്ട് കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ ബൈ.